അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രോസ് ബൈറ്റ്. അത് നിങ്ങളുടെ കുട്ടികൾക്കുണ്ടോ എന്നുള്ളതാണ്. ഈ ക്രോസ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി മുകളിലും അടിയിലും പല്ലുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിന്നും മാറി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് വരിക എന്ന് വെച്ചാൽ ഇപ്പോൾ മുകളിലെ പല്ല് മുമ്പിലും അടിയിലെ പല്ല് പുറകിലുമാണ് മുൻവശത്ത് കാണപ്പെടാറ്. ഇത് ചിലപ്പോൾ നേരെ റിവേഴ്സ് വരാം. ഞാനിപ്പോൾ മുകളിലെ ഫോട്ടോസിൽ കാണിക്കുന്ന പോലെ ഒരു അബ്നോർമൽ അവസ്ഥയിലേക്ക് പല്ലിന്റെ മോണയുടെ ഘടന അല്ലെങ്കിൽ പല്ലിന്റെ പൊസിഷൻ മാറുന്ന അവസ്ഥയാണ് ക്രോസ് ബൈറ്റ് എന്ന് പറയുന്നത്. ക്രോസ് ബൈറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലുകളുടെ വളർച്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മുകളിലെ എല്ല് വളർച്ച കുറയാനും അടിയിലത്തെ എല്ല് വളർച്ച കൂടാനും ഭക്ഷണം ചവച്ചിറക്കാനുള്ള എഫിഷ്യൻസി കുറയാനുള്ള കാരണമായിട്ട് മാറാം. ഈ താടിയെല്ലുകളുടെ ജോയിന്റിൽ വേദന വരാനായിട്ട് കാരണമായിട്ട് മാറാം ഭാവിയിൽ. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം ആകാൻ സാധ്യത ഉള്ള ഒരു അവസ്ഥയാണ് ഈ ക്രോസ് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും വളരെ ചെറിയ ക്ലിപ്പുകൾ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്തെടുക്കാൻ സാധ്യമാണ്. അത് കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടായി മാറിയതിനു ശേഷം ആ ബുദ്ധിമുട്ട് കറക്റ്റ് ആക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ചിലപ്പോൾ അത് ചില ആളുകളിൽ ഈ ക്രോസ് ബൈറ്റിന്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന ജോയിന്റ് പ്രോബ്ലം കൊണ്ട് തന്നെ തലവേദന സ്ഥിരമായിട്ടുണ്ടാവുന്ന അത് മൈഗ്രെയിനാണ് തെറ്റിദ്ധരിച്ച് മൈഗ്രെയിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ആദ്യത്തെ കാരണം അല്ലെങ്കിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഈ ക്രോസ് ബൈറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒരു 15 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുള്ള പാരൻസിന് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് സിസർ ബൈറ്റ്, കത്രിയക്കടി. അത് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്.